നമസ്കാരം. ബഹുമാൻ്റെ ഞാൻ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ മാതൃകയായിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഡിവിഷനിലുള്ള തോന്നിക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. കഴിഞ്ഞ കാലത്തെ പോലെ തന്നെ നമ്മുടെ സ്കൂളിൻ്റെ മികവുകൾ ഈ വർഷവും ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ്. ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ട ഇവിടുത്തെ അധ്യാപകരും ഇവിടുത്തെ കുട്ടികളും രക്ഷാകർത്താക്കളും എല്ലാം തന്നെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്കൂളിൽ കാണുന്ന എല്ലാവിധ മികവുകളും. ഒരുപക്ഷെ നമ്മുടെ ജില്ലയിൽ തന്നെ എടുത്തു പറയുന്ന ഏറ്റവും മികച്ച സ്കൂളാണ് നമ്മുടെ തോന്നയ്ക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ. എനിക്ക് തന്നെ 25 വർഷത്തെ ബന്ധം ഈ സ്കൂളുമായി ബന്ധപ്പെട്ടുണ്ട്. ഈ സ്കൂളിൽ 13 വർഷക്കാലം 2001 മുതൽ 13 വരെ PTA പ്രസിഡൻ്റായിരുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായെങ്കിൽ പോലും അന്ന് മുതലേ അതിനു മുമ്പും ഈ സ്കൂളിലെ അധ്യാപകർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് കുട്ടികളുടെ മികവിന് വേണ്ടി ശ്രമിച്ചുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ മേഖലകളിലും കുട്ടികൾ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു. ഒരുപാട് അവാർഡുകൾ നമ്മുടെ മക്കൾക്ക് കിട്ടി. സ്കൂളിന് അവാർഡ് കിട്ടി. മാത്രവുമല്ല, കഴിഞ്ഞ സംസ്ഥാനത്തെ PTA അവാർഡ് കിട്ടിയതും ഈ സ്കൂളിന് തന്നെയാണ്. അത്തരത്തിൽ വളരെ മികച്ച നിലവാരം പുലർത്തുന്നത് ഇവിടുത്തെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ പ്രഥമ അധ്യാപകരും ഇവിടെ അധ്യാപകരുടെ കൂട്ടായ്മയുമാണ്. അതിൽ എനിക്കും കുറേ കാലമായി പങ്കാളിയാകാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. ഈ മികവോത്സവം, അതായത് വർണ്ണോത്സവം വീക്ഷിക്കാനെത്തിയ എല്ലാ നാട്ടുകാർക്കും രക്ഷാകർത്താക്കൾക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി കൂടി ഈ അവസരത്തിൽ അറിയിക്കുന്നു. നമസ്കാരം. മംഗലപുരം ഗ്രാമപഞ്ചായത്തിലെ കുടവൂർ വാർഡിൽ തിരുവനന്തപുരം വിദ്യാഭ്യാസ ജില്ലയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു ഹയർ സെക്കൻഡറി വിദ്യാലയമാണ് തോന്നയ്ക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. കുടവൂർ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന പഞ്ചായത്ത് അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത പഞ്ചായത്തിലുടനീളം ഉണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് തോന്നിക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ തന്നെയാണ്. അക്കാഡമിക് തലത്തിൽ അതീവ ശ്രദ്ധ കേന്ദ്രമായി മാറുന്ന ഒരു സ്കൂളാണ്. ഒരുപക്ഷേ ഹയർ സെക്കൻഡറി തലത്തിലൊക്കെ മുഴുവൻ മാർക്കും 1200 മാർക്ക് വാങ്ങുന്ന കുട്ടികളുണ്ട്. അതുപോലെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളതിന് അപ്പുറത്ത് നിൽക്കുന്ന പ്രത്യേക സംവിധാനങ്ങൾ കുട്ടികൾ ഉൾക്കൊള്ളുന്നു. എന്തിനേറെ പറയുന്നു, മംഗലപുരം പഞ്ചായത്തിൻ്റെ ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കുന്നതിനാവശ്യമായ ഡേറ്റ കളക്ഷൻ പഞ്ചായത്തിലുടനീളം നടന്ന് തയ്യാറാക്കുന്നതിന് പോലും പര്യാപ്തമായ തരത്തിലുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന എൻ്റെ സ്കൂൾ ഞങ്ങളുടെ അഭിമാനമാണ്. അതിൻ്റെ മികവുത്സവം ആണ് നടത്തുന്നത്. മികവിൻ്റെ ഉത്തുംഗതയിൽ നിൽക്കുന്ന ഒരു സ്കൂളാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായാലും അതുപോലെ ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, മറ്റ് ബുദ്ധിമുട്ടുള്ള കണക്ക് തുടങ്ങിയ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ട് കണ്ടെത്തുക, അങ്ങനെ എല്ലാ തരത്തിലും മികവിൻ്റെ ഒരു കേന്ദ്രമായി എൻ്റെ സ്കൂൾ മാറുന്നു എന്നുള്ളത്, എൻ്റെ സ്കൂൾ എന്നത് പഞ്ചായത്ത് അംഗം എന്നുള്ള നിലയിലല്ല, മറിച്ച് ഞാൻ പഠിച്ചിരുന്ന, എൻ്റെ മക്കൾ പഠിച്ചിരുന്ന എൻ്റെ സ്കൂൾ എൻ്റെ നാടിൻ്റെ അഭിമാനമായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ഈ മികവുത്സവം കുറ്റമറ്റ വിധത്തിൽ എല്ലാവരുടെയും പങ്കാളിത്തത്തോടുകൂടി മനോഹരമായി സംഘടിപ്പിക്കുവാൻ ഈ സ്കൂളിൻ്റെ അധികൃതർക്ക് കഴിയട്ടെ. അതുപോലെ SMC, PTA, സ്റ്റാഫ്, മറ്റ് സംവിധാനങ്ങൾ എല്ലാവർക്കും കൂടി കഴിയും എന്ന ഉറച്ച വിശ്വാസമുണ്ട് എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനിയരെ, 2023-24 നമ്മുടെ സ്കൂൾ തലം മുതൽ സംസ്ഥാന തലം വരെ മത്സരിച്ച് അവാർഡുകൾ നേടിയ കുട്ടികളുടെ പ്രകടനമാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. അവരുടെ കഴിവുകൾ നിങ്ങളും കൂടി മനസ്സിലാക്കുവാൻ വേണ്ടി ഞങ്ങൾ സ്കൂൾ തലത്തിൽ ഇത്തരത്തിലൊരു പ്രോഗ്രാം നടത്തുകയാണ്. തുടക്കം മുതൽ ഒടുക്കം വരെയും നിങ്ങളുടെ സകല സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് PTA പ്രസിഡന്റ് ഞാൻ നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്നേഹമുള്ളവരെ,
ഇന്ന് നമ്മുടെ തോന്നയ്ക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവരുടെ മികവാർന്ന പ്രവർത്തനങ്ങൾ കലാ കായിക രംഗങ്ങളിലും മറ്റിതര പ്രവർത്തനങ്ങളിലും അവർ നടത്തിയ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെടുകയാണ്. നമ്മുടെ സ്കൂളിലെ കുട്ടികളെ അത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ട പ്രചോദനം നൽകി അവർ നാളുകളിലേക്ക് നല്ലൊരു വിദ്യാർത്ഥിയായി വളരേണ്ട ഒരു സംവിധാനത്തിലേക്കുള്ള എല്ലാവിധത്തിലുള്ള സഹകരണവും സഹായവും തോന്നയ്ക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനും അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും നിങ്ങളിൽ നിന്നുണ്ടാകണമെന്ന് വിനയപുരസ്സരം SMC ചെയർമാൻ തോന്നയ്ക്കൽ രാജേന്ദ്രൻ എന്ന നിലയിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ബഹുമാന്യരെ, ജില്ലയിലെ തന്നെ മികച്ച വിദ്യാലയങ്ങളിലൊന്നാണ് തോന്നയ്ക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. നമ്മുടെ സ്കൂളിലെ കുട്ടികൾ സാംസ്കാരിക രംഗങ്ങളിലും അതുപോലെ തന്നെ കായിക രംഗങ്ങളിലുമെല്ലാം മികച്ച പ്രകടനമാണ് ജില്ലാതലത്തിലും സംസ്ഥാന തലങ്ങളിലുമുള്ള മത്സരങ്ങളിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. നമ്മുടെ കുട്ടികളുടെ മികവുകൾ കോർത്തിണക്കിക്കൊണ്ട് മികവുത്സവം, വർണ്ണോത്സവം എന്നുള്ള രീതിയിൽ ഒരു പരിപാടി ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. ഈ പരിപാടിയിലേക്ക് എല്ലാ നല്ലവരായ നാട്ടുകാരെയും രക്ഷകർത്താക്കളെയും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഈ നാട്ടിലുള്ള എല്ലാ സാംസ്കാരിക രാഷ്ട്രീയ പ്രമുഖരെയും എല്ലാവരെയും ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഇന്ന് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമ്മുടെ കുട്ടികളുടെ പ്രകടനങ്ങൾ കാണാനെത്തിയ ഓരോരുത്തരെയും സ്കൂളിൻ്റെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമുക്കിന്ന് സമയം പരിമിതമാണ്. ഒരു അധ്യയന വർഷത്തെ ഒട്ടേറെ മികച്ച പ്രവർത്തനങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള ആവേശത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. അവർക്കെല്ലാവർക്കും അവസരം ഇന്ന് നൽകാനും നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതിൽ തിരഞ്ഞെടുത്ത ഏറ്റവും മികച്ച ചില ഇനങ്ങളാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. സമയക്കുറവും പരീക്ഷയും ഒക്കെ ആയതുകൊണ്ട് ചില തയ്യാറെടുപ്പിൻ്റെ ബുദ്ധിമുട്ടുകൾ അവരുടെ പ്രകടനത്തിലുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളാണെന്ന് കരുതി അവരെ പിന്തുണയ്ക്കും എന്നെനിക്കറിയാം. നമ്മുടെ സ്കൂളിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ പ്രകടനങ്ങളുടെയും ഒരു ചെറിയ ഭാഗമാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. അപ്പോൾ നിങ്ങളത് കാണുക, വിലയിരുത്തുക. നമ്മുടെ ജില്ലയിലെ ഏറ്റവും മികച്ച സ്കൂളിൻ്റെ മികച്ച കുട്ടികളുടെ, മികച്ച അധ്യാപകരുടെ, മികച്ച PTA-യുടെ, മികച്ച SMC-യുടെ എല്ലാത്തിൻ്റെയും പ്രകടനങ്ങളുടെ ഒരു ചെറിയ ഭാഗം കാണാനായി സ്കൂളിന് വേണ്ടി ഒരിക്കൽ കൂടി നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അക്കാദമിക കലാകായിക രംഗങ്ങളിൽ സംസ്ഥാന തലത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട പൊതുവിദ്യാലയമാണ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ തോന്നയ്ക്കൽ. അക്ഷര വെളിച്ചത്തിലേക്ക് ഒരു നാടിനെയും ഒരു ജനതയെയും കൈപിടിച്ച് നയിച്ച ഈ സരസ്വതി ക്ഷേത്രം ഇന്ന് 2023-24 അധ്യയന വർഷത്തെ മികവുകൾ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ്. വർണ്ണോത്സവം 2024ലേക്ക് ഏവരെയും സ്റ്റാഫ് സെക്രട്ടറി എന്ന നിലയിൽ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ തോന്നയ്ക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വർണ്ണത്തുമ്പികളാണ്. ഇന്ന് ഞങ്ങളുടെ സ്കൂളിന്റെ മികവുത്സവമാണ് വർണ്ണോത്സവം 2024. തോന്നയ്ക്കൽ സ്കൂളോ? കേട്ടിട്ടുണ്ട്. നിങ്ങളെ പറ്റി ഈ കണ്ടിരിക്കുന്നു. ഹരിതോത്സവം നിങ്ങളുടെ മിടുക്കന്മാരും ഉണ്ടായിരുന്നല്ലേ? കണ്ടിരുന്നു അല്ലേ? അത് മാത്രമല്ല, ഇനിയും മികവുകൾ ഏറെയുണ്ട് പറയാനും കാണാനും. എന്നാലായിക്കോട്ടെ, നിങ്ങളുടെ ഉത്സവം കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. അപ്പോൾ എങ്ങനാ, നിങ്ങളും എന്നോടൊപ്പം കൂടുമല്ലേ? എങ്കിൽ പിന്നെ ഉത്സവത്തിന് കൊടിയേറട്ടെ. ഞങ്ങളുടെ വർണ്ണോത്സവം 2024 ഉദ്ഘാടനത്തിനായി പ്രമുഖരെല്ലാം എത്തിയിട്ടുണ്ട്. എന്നാലായിക്കോട്ടെ, എല്ലാവരും പോകോളൂ. ഈശ്വരപ്രാപ്തിയുള്ള കുട്ടികൾ വേദിയിലെത്തേണ്ടതാണ്. സ്വരത്തിൽ പാടുന്നു പരിമളമെല്ലാം
മന്ത്രങ്ങൾ പകർന്നു തരൂ അറിവിൻ ജാലകം നീ തുറക്കൂ അറിവിൻ ജാലകം നീ തുറക്കൂ അറിവിൻ ജാലകം നീ തുറക്കൂ മാതാപിതാ ഗുരു ദൈവമേ ഞങ്ങളിൽ നല്ല ശീലങ്ങൾ വിഷമാമീ മലർ വാടിയിൽ നീ കുളിർ എന്നലാൽ മഴയായി പെയ്തിറങ്ങൂ എന്നലാൽ മഴയായി പെയ്തിറങ്ങൂ എന്നലാൽ മഴയായി പെയ്തിറങ്ങൂ. ഈ മെഗാഷോയ്ക്ക് സ്വാഗതം പറയുന്നതിന് വേണ്ടി പ്രിൻസിപ്പൽ ജസി ജലാൽ ടീച്ചറെ ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, ഇന്ന് നമ്മുടെ സ്കൂളിൽ വെച്ച് 101 സ്കൂളുകളുടെ നിർമ്മാണ ഉദ്ഘാടന ചടങ്ങുകളാണ് നടന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. നമുക്ക് സ്കൂളിനും നാട്ടുകാർക്കുമെല്ലാം അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തമാണ്. ഇപ്പോൾ നമുക്കിവിടെ നടക്കുന്ന നമ്മുടെ കുട്ടികളുടെ മികവുത്സവമാണ്. വർണ്ണോത്സവം എന്നുള്ള രീതിയിൽ മികവുത്സവം ഇപ്പോൾ ഇവിടെ നടത്താൻ പോവുകയാണ്. അതിലേക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നത് ഇതിൻ്റെ അധ്യക്ഷനായ PTA പ്രസിഡന്റ് നസീർ സാറിനെയാണ്. സാറിനെ വളരെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ സ്കൂളിൻ്റെ ഭൗതികവും അക്കാദമികവുമായ സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് എന്ന് മുൻകൈ എടുത്തിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ വേണുഗോപാലൻ സാറിനെയാണ്. സാറിനെ വളരെ ആദരപൂർവ്വം വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ പഞ്ചായത്ത് മെമ്പർ തോന്നയ്ക്കൽ രവി സാറിനെയാണ്. സാറിനെ വളരെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ബഹുമാനായ SMC ചെയർമാൻ തോന്നയ്ക്കൽ രാജേന്ദ്രൻ സാറിനെയാണ്. സാറിനെ വളരെ ആദരപൂർവ്വം ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്കൂളിലെ HM സുനിൽ സാറിനെയാണ്. സാറിനെ വളരെ ആദരപൂർവ്വം ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്റ്റാഫ് സെക്രട്ടറി ജാസ്മിൻ ടീച്ചറിനെയാണ്. ടീച്ചറിനെ വളരെ ആദരപൂർവ്വം ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ എത്തിയിട്ടുള്ള എല്ലാ ടീച്ചേഴ്സിനെയും എല്ലാ രക്ഷകർത്താക്കളെയും എല്ലാ നാട്ടുകാരെയും വേദിയിലേക്ക് ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. കുട്ടികളുടെ മെഗാ ഉത്സവം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് വേണുഗോപാലൻ സാറിനെ ക്ഷണിക്കുന്നു. പ്രിയങ്കരനായ യോഗത്തിൻ്റെ അധ്യക്ഷൻ സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് ശ്രീ നസീർ, വേദിയിലിരിക്കുന്ന ബഹുമാനായ വാർഡിൻ്റെ മെമ്പർ ശ്രീ തോന്നയ്ക്കൽ രവി, ആദരണീയരായ പ്രിൻസിപ്പൽ HM SMC ചെയർമാൻ സ്റ്റാഫ് സെക്രട്ടറി ജാസ്മിൻ ടീച്ചർ തുടങ്ങി ബഹുമാനിയെ വേദിയിലും സദസ്സിലെത്തിയിരിക്കുന്ന ഉദാഹരണമായ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഒരു ദീർഘമായ ഉദ്ഘാടന പ്രസംഗവുമില്ല. ഇന്ന് 2023-24 ഈ സ്കൂളിൽ ഈ അധ്യയന വർഷത്തിൽ നടന്ന മികവുത്സവം, അതായത് വർണ്ണോത്സവം ഇതിൻ്റെ ഉദ്ഘാടനം ഈ വേദിയിൽ വെച്ച് നടത്താമെന്ന് PTA SMC തീരുമാനമെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പരിപാടികളൊക്കെ അവസാനിച്ചതിന് ശേഷം ഇവിടെ ആരംഭിച്ചത്. ഇതിനുശേഷം നമ്മുടെ നാടിൻ്റെ നാനാഭാഗത്തും ഈ മഹോത്സവം നടത്താനാണ് സാധ്യത. അത് ആദ്യമായി ഞാൻ മനസ്സിലാക്കുന്നത് മഞ്ഞമല തച്ചപ്പള്ളി പ്രദേശത്ത് ഈ വരുന്ന മാർച്ച് 30-ാം തീയതിയായിരിക്കും വർണ്ണോത്സവം നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് ഈ വർണ്ണോത്സവം? ഇതെല്ലാ സ്കൂളുകളിലും നടത്തുന്നുണ്ടോ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കാം. തിരുവനന്തപുരം ജില്ലയിലെ മറ്റ് പല സ്കൂളുകളിലും ഇത്തരത്തിലുള്ള വർണ്ണോത്സവം മികോത്സവം പലർക്കും കാണാവുന്നതാണ്. പക്ഷെ തോന്നിക്കൽ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്കൂളിൽ നടക്കുന്ന മികവുകൾ ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് ഈ വേദിയിലായാലും മറ്റ് പുറത്തായാലും മറ്റ് രക്ഷാകർത്താക്കളുടെയും നാട്ടുകാർക്ക് മുമ്പിൽ അത് അവതരിപ്പിക്കണമെന്ന് സ്കൂളിൽ മികവുണ്ടാകും. കഴിഞ്ഞ ഒരു വർഷത്തെ മികവെന്ന് പറയുമ്പോൾ നമുക്കാർക്കും സ്വപ്നം കാണാൻ കഴിയാത്ത തരത്തിലുള്ള മികവുകളാണ് പല വിഭാഗത്തിൽ. അത് ഏറ്റവും കൂടുതൽ SLCയോ +2-നോ മാർക്ക് വാങ്ങിയതല്ല. നമ്മുടെ സ്കൂളിൽ നിന്ന് നമ്മുടെ മക്കളെല്ലാം തന്നെ സംസ്ഥാന തലത്തിലും നാഷണൽ തലത്തിലൊക്കെ തന്നെ പോയി വിവിധ മേഖലകളിൽ ഒരുപാട് അവാർഡുകളും മറ്റും വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അവരൊക്കെ ഇവിടെ ആദരിക്കുന്നു. അത്തരത്തിലുള്ള മികവുകളാണ് ഇവിടെ കാണിക്കുന്നതും. രക്ഷാകർത്താക്കൾ ഈ സ്കൂളിൻ്റെ
അക്കാദമിക് നിലവാരം ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും ഇവിടെ സംസാരിച്ചത്. അതിനുപരി തന്നെ ഈ മറ്റ് ഭൗതിക സാഹചര്യങ്ങൾ എന്തെല്ലാം കുറവുണ്ടോ അത് സ്കൂളിന്റെ നിർദ്ദേശമനുസരിച്ച് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് വെച്ച് കഴിഞ്ഞ 3 വർഷമായി ഈ സ്കൂളിന് ആവശ്യമായ ഫണ്ടുകൾ വെച്ചിട്ട് HMയുടെയും PTA-യുടെയും പഞ്ചായത്ത് നിർദ്ദേശമനുസരിച്ച് കൊടുക്കുമെന്നുള്ളതാണ്. പക്ഷെ അതോടൊപ്പം തന്നെ അക്കാദമിക് നിലവാരം മെച്ചപ്പെടുക എന്നുള്ളത് സർക്കാരിന്റെയും നമ്മുടെയൊക്കെ ആഗ്രഹമാണ്. അത് ഈ സ്കൂൾ നേടിയെടുത്തിട്ടുണ്ട്. ആ മികവാണ് ഇവിടെ കാണിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടികളും നമുക്ക് ഏറെ അഭിമാനമുള്ള ദിവസമാണെന്ന് മുഖ്യമന്ത്രിയുടെ വരിക, നമ്മുടെ 3 കോടി രൂപയുടെ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുക, ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ മറ്റ് 68 സ്കൂളുകളുടെയും പൂർണ്ണമായ സ്കൂളുകളുടെ ഉദ്ഘാടനവും അതുപോലെ 38 സ്കൂളുകളുടെ നിർമ്മാണ ഉദ്ഘാടനവും ആണ് ഇവിടെ വെച്ച് നടത്തിയത്. തൊട്ടടുത്ത് തന്നെ ഡിവിഷനിൽ 4 കോടി രൂപയുടെ പണി കോട്ടോട് പഞ്ചായത്ത് അയ്യപ്പ ഹയർ സെക്കൻഡറി സ്കൂൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഡിവിഷനിലുള്ള എളമ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ 5 കോടി രൂപയുടെ പണി പൂർത്തിയായി ഉദ്ഘാടനം കഴിഞ്ഞു. അത്തരത്തിലുള്ള എല്ലാ ഭാഗത്തും എന്റെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 5000 കോടി രൂപ എന്ന് പറയുമ്പോൾ എന്റെ ഡിവിഷനിൽ തന്നെ 4 സ്കൂളിൽ എത്രയോ കോടി രൂപയാണ്, ഏകദേശം 25 കോടി രൂപ എന്റെ ഡിവിഷനിൽ തന്നെ ചെലവഴിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതുപോലെ എത്രയോ ഡിവിഷൻ കിടക്കുന്നു നമ്മുടെ ജില്ലയിൽ, നമ്മുടെ 14 ജില്ലയിൽ സംസ്ഥാനത്ത് അത്രയും 1000 കോടികളാണ് ചെലവഴിച്ച് പാവപ്പെട്ടവരുടെ മക്കൾക്ക് വളരെ പ്രധാനമായിട്ട് പഠിക്കാനുള്ള സാഹചര്യം. നിങ്ങൾക്ക് ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികൾക്കറിയാം, ഞാനും ഇവിടെ ഇരിക്കുന്ന ഗവൺമെന്റ് വഴിയൊക്കെ ഈ സ്കൂളിൽ ആദ്യമായി PTA കമ്മിറ്റിയിലേക്ക് വരുമ്പോൾ 2001 ഇവിടെ മൊത്തം ഓവർഷെഡായിരുന്നു. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം, ഞാൻ നിൽക്കുന്ന സ്ഥലമൊക്കെ ഓവർഷെഡായിരുന്നു. ഇന്ന് അത്രയും ഓവർഷെഡുമില്ല. അപ്പുറത്ത് കാണുന്ന ഓവർഷ കെട്ടോ ഒന്നും തന്നെ ഇല്ല. ഒന്ന് നമ്മുടെ സ്കൂൾ മൊത്തം കടൽ നോക്കിയാൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി മുഖ്യമന്ത്രിയുടെ യാഥാർത്ഥ്യമാണെന്ന് ഇവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഞാൻ മറ്റൊന്നിലേക്ക് കടക്കുന്നില്ല. ഇവിടെ ഈ മഹോത്സവത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ ഏറ്റവും മഹത്തായ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് നടത്തുന്നു. നമസ്കാരം. മുഖ്യ പ്രഭാഷണത്തിനുള്ള പ്രിയപ്പെട്ട അധ്യക്ഷൻ, ഉദ്ഘാടനം അധികം സംസാരിക്കാനുള്ള അന്തരീക്ഷമല്ല. ഔപചാരികമായ ഒരു ഉദ്ഘാടന യോഗം മാത്രമാണത്. വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടായതുകൊണ്ടോ ലിഫ്റ്റുണ്ടായതുകൊണ്ടോ AC റൂം ഉണ്ടായതുകൊണ്ടോ ഒന്നും ഒരു സ്ഥാപനം, ഒരു വീട്, ഒരു പ്രസ്ഥാനം നന്നാവില്ല. അവിടെ എവഴി നല്ലവരായ ആളുകൾ എവിടെ ജീവിക്കുന്നുവോ അവിടെ നല്ലതായിരിക്കും എന്ന അഭയാർത്ഥ ചൊല്ലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ വളരെ മനോഹരമാണിപ്പോൾ. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്നത് പോലെയല്ല. പക്ഷേ ആ സ്കൂൾ കെട്ടിടങ്ങൾ വളരെ മാത്രമല്ല ചെയ്യുന്നത്, നമ്മുടെ കുട്ടികൾ ഒരുപാട് അത്ഭുതകരമായി വളർന്നിട്ടുണ്ട്. ആ വളർച്ച ഭൗതികമായ വളർച്ചയല്ല, ആത്മീയമായ, കലാപരമായ, സാംസ്കാരികമായ, അങ്ങനെ ഒരുപാട് വളർച്ച നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. സ്കൂളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഒരുപക്ഷെ അത് അനുഭവവേദ്യമാകാൻ സാധ്യതയില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ കുട്ടികളുടെ മികവ് എത്രമാത്രമാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ മികവുത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി തയ്യാറാക്കിയിട്ടുള്ള വീഡിയോയിലാണ് നിങ്ങൾ കണ്ടത്. കുട്ടികൾ ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. ഒരു ചെറിയ ഭാഗം സബ് ജില്ലാ, ജില്ലാ, സംസ്ഥാന തലത്തിൽ പോയി അതിഗംഭീരമായ പ്രകടനങ്ങൾ നടത്തി സാഹിത്യത്തിലും കലയിലുമൊക്കെ അവഗാഹമായ അറിവ് നേടി പ്രകടനം നടത്തിയിട്ടുള്ള കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ ഒരു പരിച്ഛേദത്തിന്റെ പരിപാടി മാത്രമാണ് ഇവിടെ നടത്തുന്നത്. ഈ സംരംഭത്തിന്, മുഖോത്സവത്തിന് എല്ലാവിധ ആശംസകളും നടന്നുകൊണ്ട് ഞാൻ നടത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി നമ്മുടെ SMC ചേർന്ന കോമിറ്റി രാജേന്ദ്ര സാറിനെ ക്ഷണിക്കുന്നു. അധ്യക്ഷ വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട ഉദ്ഘാടകൻ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നാട്ടുകാരെ, വിദ്യാർത്ഥികളെ, ഈ ഉത്സവത്തിൽ പങ്കെടുക്കുന്ന നമ്മുടെ സ്കൂളിലെ മികച്ച കലാകാരന്മാർക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ നാട്ടുകാർ ഉൾപ്പെടെയുള്ള രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ളവർ അവരുടെ മികച്ച കലാപ്രകടനം കാണുവാൻ ചേർന്നിരിക്കുകയാണ്. ഒരു വലിയൊരു ഭാഗ്യമാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഇന്ന് ഈ LED വാളിൻ്റെ സഹായത്തോടുകൂടി നമ്മുടെ വലിയൊരു ഉദ്ഘാടനം കഴിഞ്ഞത്. അതുകൊണ്ടാണ് ആ LED വാളിൻ്റെ സഹായത്തോടുകൂടി തന്നെയാണ് അവർക്ക് പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സുവർണ്ണ അവസരമാണ്. അതുപോലെ തന്നെ ഇവിടെ 2 എൻഡോമെന്റ് കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളിൽ നിന്നും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും പങ്കെടുത്ത കുട്ടികൾക്കുള്ള സമ്മാനമാണ് കുട്ടികൾക്കുള്ള മൊബൈൽ വിതരണം ചെയ്യുന്നത്. നമ്മുടെ കോക്കോയെ പ്രതികരിച്ചുകൊണ്ട് നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി ഇതിൽ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി വിദേശ രാജ്യത്ത് പോയതിൻ്റെ അദ്ദേഹത്തെ ആ കുട്ടിക്ക് കൂടി മൊബൈൽ വിതരണം ചെയ്തുകൊണ്ട്
തീർച്ചയായിട്ടും നമ്മുടെ സ്കൂള് വളരെ ഉയർന്ന തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ പ്രചോദനം നൽകുന്ന അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കുമെല്ലാം ഈ സുവർണ അവസരത്തിൽ ആശംസകൾ അർപ്പിക്കുന്നു. ദീർഘിപ്പിക്കുന്നില്ല. എല്ലാ ഭാവങ്ങളും നമ്മുടെ കുട്ടികൾക്കുണ്ടാകട്ടെ. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി നമ്മുടെ സ്കൂളിലെ HM സുജിത് സാറിനെ ക്ഷണിക്കുന്നു. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചും ഈ നാടിനെ സംബന്ധിച്ചും ഏറ്റവും അഭിമാനവും സന്തോഷവുമുള്ള ഒരു ദിവസമാണ്. നമ്മുടെ സ്കൂളിന് എക്കാലവും ഓർമ്മിക്കാവുന്ന ഈ വർഷം നമ്മുടെ സ്കൂളിൽ പഠിച്ച കുട്ടികൾക്കും അവിസ്മരണീയമായ ഒരു മുഹൂർത്തം നൽകിയ വിശിഷ്ട ഒരു ദിനമാണെന്ന്. ആ ദിനത്തിൽ തന്നെ നമ്മുടെ കുട്ടികൾക്ക് അവരുടെ ഈ വർഷം നടത്തിയ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ നടത്താൻ ഒരു വലിയതും നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാനാകാത്തതുമായ ഒരു വേദി കിട്ടി, അവർക്ക് അവസരവും കിട്ടി. എല്ലാ രക്ഷിതാക്കളും അവരവരുടെ മക്കളുടെ പ്രകടനങ്ങൾ കാണാനായി എത്തിയിരിക്കുന്നു. നിങ്ങളുടെ മക്കളുടെ പ്രകടനം തീരുമ്പോൾ ദയവായി ആരും പോകരുത്. എല്ലാ കുട്ടികളുടെയും പ്രകടനം കണ്ട് അവരെ പ്രോത്സാഹിപ്പിച്ച് നമ്മുടെ സ്കൂളിൻ്റെ മികവുകൾ മനസ്സിലാക്കി വരും വർഷങ്ങളിൽ കുട്ടികളെ കൊണ്ട് സ്കൂളിനെ സമ്പന്നമാക്കാനും സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കാനും നിങ്ങളെ ഏവരെയും ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ പരിപാടിക്ക് വേണ്ടി 3:30 മണി മുതൽ ഇവിടെ എത്തി ക്ഷമയോടെ കാത്തിരിക്കുന്ന സ്കൂളിനെ സ്നേഹിക്കുന്ന എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഒപ്പം നമ്മളിനി കാണാനിരിക്കുന്ന ആ വിശിഷ്ടമായ ആഘോഷം വർണ്ണങ്ങളുടെ ഉത്സവത്തിനായി നമുക്ക് സന്തോഷത്തോടെ ആഘോഷിക്കാം. അതിന് ആ ചടങ്ങിന് മനോഹരമായ വർണ്ണങ്ങൾ നിറഞ്ഞ ആ ചടങ്ങിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അടുത്തതായി കായിക പ്രേമിക്കുള്ള മൊമെന്റോ വിതരണമാണ്. അതിനുവേണ്ടി കുട്ടികളെ ക്ഷണിക്കുന്നു. അതിൻ്റെ പേര് വിളിക്കുന്ന മുറയ്ക്ക് മൊമെന്റോ ഏറ്റുവാങ്ങുവാൻ വേണ്ടി കുട്ടികൾ ഈ വേദിയിലേക്ക് വരണം. ആദ്യമായി കായിക രംഗത്തെ പ്രതിഭകൾക്കുള്ള അവാർഡുകളാണ് വിതരണം ചെയ്യുന്നത്. ഇന്ത്യ മലേഷ്യ ഇന്റർനാഷണൽ ഖോഖോ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ഷിബിൻ എക്സൽ. അടുത്തതായി നമ്മുടെ സ്കൂളിലെ സാമ്പത്തികമായി പിന്നോട്ട് പഠനത്തിൽ മുന്നോട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് വർഷങ്ങളായി സ്കോളർഷിപ്പ് നൽകിയുള്ള ഒരു ട്രസ്റ്റാണ് കടുവാച്ചിറ ട്രസ്റ്റ്. ട്രസ്റ്റിന്റെ ഭാഗമായി എല്ലാ വർഷവും സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നുണ്ട്. ഈ സ്കോളർഷിപ്പിന് അർഹരായ കുട്ടികളുടെ പേര് വിളിക്കുകയാണ്. 5ാം ക്ലാസ്സിൽ നിന്ന് പൂജ PM 5A, ഉമൈറ ഫാത്തിമ G 6B, 7A അനന്യ PS, 8ാം ക്ലാസ്സിലെ സുമിത SG, അനുശ്രീ B നായർ 9B, അൻസിയ SA 10A, അൻസിയ SA 10A, മുഹമ്മദ് യൂസഫ് മാത്സ് കോമേഴ്സ്, ഉമർ S കമ്പ്യൂട്ടർ കോമേഴ്സ്. ഈ സ്കോളർഷിപ്പ് സ്കൂളിനെ സ്പോൺസർ ചെയ്ത കടുവാച്ചിറ ട്രസ്റ്റിന് സ്കൂളിന്റെ SMC PTA പേരുകളുള്ള അഭേദമായ നന്ദി അറിയിക്കുന്നു. അടുത്തതായി വേലായുധമായ എൻഡോമെന്റ്. വേലായുധമായ എൻഡോമെന്റ് നമുക്ക് സ്കൂളിന് സ്പോൺസർ ചെയ്ത കുടുംബാംഗങ്ങൾ ആരെങ്കിലും നമ്മുടെ
സദസ്സിലുണ്ടെങ്കിൽ വേദിയിലേക്ക് വരണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. കുട്ടികളുടെ പേര് ഇങ്ങനെയാണ്. 5 കുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നത്. 8ാം ക്ലാസ്സിലെയും 9ലെയും 10ാം ക്ലാസ്സിലെയും കുട്ടികൾക്കാണ് സ്കോളർഷിപ്പ് ഉള്ളത്. ഒന്ന് ജിജിന എസ്, 8A. നാഫിയ ബൈജു, 9B. ജ്യോതിക എസ്, 10B. അനാമിക ജയൻ, 10G. ഈ സ്കോളർഷിപ്പ് നമ്മുടെ സ്കൂളിലേക്ക് സ്പോൺസർ ചെയ്ത വേലായുധനായ മെമ്മോറിയൽ എൻഡോമെന്റ് സ്പോൺസർ ചെയ്ത അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് സ്കൂളിന്റെ പേരിൽ PTSMC സ്റ്റാഫുമാരുടെ പേരിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ബഹുമാനപ്പെട്ട നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ നസീർ അവർക്ക് സ്കൂളിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. സ്വാഗതം ആശംസിച്ച ബഹുമാനപ്പെട്ട പ്രിൻസിപ്പലിന് നന്ദി അറിയിക്കുന്നു. ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ പ്രിയങ്കരനായ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ വേണുഗോപാൽ നായർക്ക് സ്കൂളിന്റെ പേരിൽ PTSMCയുടെ പേരിലുള്ള പ്രത്യേക നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. മുഖ്യ പ്രഭാഷണം നടത്തിയ നമ്മുടെ പ്രിയങ്കരനായ വാർഡ് മെമ്പർ ശ്രീ ടോമിക ഗുരുസാറിന് സ്കൂളിന്റെ PTSMCയുടെ പേരിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ആശംസകൾ അറിയിച്ച SMC ചെയർമാൻ ശ്രീ ടോമിക രാജേന്ദ്രൻ, ബഹുമാനപ്പെട്ട HM, ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാ രക്ഷിതാക്കൾ, നാട്ടുകാർ, പ്രിയപ്പെട്ട കുട്ടികൾ എല്ലാവർക്കും സ്കൂളിന്റെ പേരിലുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഒപ്പം നമ്മുടെ ഇന്നത്തെ മുഖ്യമന്ത്രി പങ്കെടുത്ത ഉദ്ഘാടന ചടങ്ങ് ധന്യമാക്കിയതിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഒട്ടേറെ പേരുണ്ട്. അവരെ കൂടി ഓർക്കാൻ നന്ദി അവസരം ഉപയോഗിക്കുകയാണ്. നമ്മുടെ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ആർച്ച സംഭാവന നൽകിയ ഗവൺമെന്റ് സർവീസ് സഹകരണ ബാങ്കിലെ സ്കൂളിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ ഫ്ലെക്സ് നമ്മുടെ നാട്ടിലെ പല സ്ഥലങ്ങളിലായി ഫ്ലെക്സ് സ്ഥാപിച്ച ജ്യോതിസ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ് എടക്കുട്ടം, SPI ചെമ്മമംഗലം, സരസ് 94 പൂർവ്വതി കൂട്ടായ്മ, സൗഹൃദം 77, പെയ്തൊഴിയാത്ത പൂക്കാലം 1989, അതുപോലെ KSTA കണിയാപുരം, KSTA തോന്നിക്കൽ, ഇവർ ഓരോരുത്തർക്കും സ്കൂളിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സഹകരണ സംഘത്തിനും സ്കൂളിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഒപ്പം ഇന്ന് കുട്ടികൾക്ക് തണ്ണിമത്തൻ ജ്യൂസ് നൽകിയ സരസ് 94, SSC 87 എന്നീ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകൾക്ക് ഈ നമ്മുടെ മഹാസംരംഭത്തിൽ സഹകരിച്ച എല്ലാവർക്കും സ്കൂളിന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമുക്കുടനെ തന്നെ മികവുത്സവം ആരംഭിക്കേണ്ടതുണ്ട്. എല്ലാവരെയും പ്രോഗ്രാം തീരുന്നത് വരെ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.